നമ്മൾ ഇന്ന് ബോട്ടണിയിലെ ഒരു പുതിയ യൂണിറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ യൂണിറ്റിന്റെ പേരാണ് പ്ലാന്റ് ഫിസിയോളജി. പ്ലാന്റ് ഫിസിയോളജിയിൽ ഏകദേശം 5 ചാപ്റ്ററുകളാണ് ഉള്ളത്. അതിൽ തന്നെ പൊതുവെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്. ട്രാൻസ്പോർട്ട് പ്ലാന്റ്സിലെ ട്രാൻസ്പോർട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ട്, ഫുഡ് മെറ്റീരിയൽസിന്റെ ട്രാൻസ്പോർട്ട് ഉണ്ട്. അതിൽ തന്നെ വാട്ടർ ട്രാൻസ്പോർട്ട് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ട്രാൻസ്പോർട്ടിംഗ് പ്ലാന്റ്സ്. ട്രാൻസ്പോർട്ടിംഗ് പ്ലാന്റ്സിൽ വാട്ടർ ട്രാൻസ്പോർട്ട് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്ന ടോപ്പിക്. സോ വാട്ടർ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്ലാന്റ്സിനെ സംബന്ധിച്ച് വാട്ടർ എന്ന് പറയുന്നത് വളരെ ഇന്നോവേറ്റബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാരണം പ്ലാന്റ്സിലെ പല കെമിക്കൽ പ്രോസസ്സുകൾക്കും വാട്ടർ കൂടിയേ തീരും. അപ്പം ഈ വാട്ടറിനെ സോയിലിൽ നിന്നാണ് അബ്സോർബ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അതിനുശേഷം ഇത് ലീഫിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലീഫിലെ മീസോഫിൽ റീജിയനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ പ്ലാന്റ്സിലെ അബ്സോർപ്ഷനും ട്രാൻസ്പോർട്ടും ഒക്കെ നടക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ ഒരു പ്ലാന്റ്, ഒരു ടിപ്പിക്കൽ പ്ലാന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പ്ലാന്റ് ആണ്. അതിന്റെ റൂട്ട്, ഷൂട്ട്, ചുമ്മാ ഒരു പ്ലാന്റ് ഞാൻ വരച്ചതേ ഉള്ളൂ. ഈ പ്ലാന്റില് റൂട്ടിൽ നിന്നാണ് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നത്. അതിനുശേഷം അബ്സോർപ്ഷന് ശേഷം അബ്സോർബ് ചെയ്ത വാട്ടറിനെ ലോങ്ജിറ്റ്യൂഡിനൽ കണ്ടക്ഷൻ നടത്തി ലീഫിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ലീഫിലെ മീസോഫിൽ റീജിയനിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ എത്രയും പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും, പ്ലാന്റ്സിലെ വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 2 സെക്ഷൻ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ആണ്. സോയിൽ സൊല്യൂഷനിൽ നിന്ന് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നതാണ് ഫസ്റ്റ് പാർട്ട്. രണ്ടാമത്തെ പാർട്ടാണ് ലോങ്ജിറ്റ്യൂഡിനൽ കണ്ടക്ഷൻ, അല്ലെങ്കിൽ അസെന്റ് ഓഫ് സാപ്പ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോ വാട്ടർ ട്രാൻസ്പോർട്ടിംഗ് പ്ലാന്റ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2 പാർട്സ്. ഫസ്റ്റ് വൺ ഈസ് അബ്സോർപ്ഷൻ and the second one is ascent of sap. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മൊത്തം അബ്സോർപ്ഷൻ എങ്ങനെ നടക്കുന്നു, പ്ലാന്റ്സില് വാട്ടറിനെ സോയിൽ സൊല്യൂഷനിൽ നിന്ന് റൂട്ടിലേക്ക് എങ്ങനെ അബ്സോർബ് ചെയ്യുന്നു, അതെങ്ങനെ സൈലത്തിലോട്ട് എത്തുന്നു. അതിനുശേഷമാണ് നമ്മൾ സൈലത്തിലൂടെയുള്ള ലോങ്ജിറ്റ്യൂഡിനൽ കണ്ടക്ഷൻ അല്ലെങ്കിൽ അസെന്റ് ഓഫ് സാപ്പിനെ കുറിച്ച് പഠിക്കുന്നത്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ പ്ലാന്റ്സ്. എങ്ങനെയാണ് പ്ലാന്റ്സ് വാട്ടറിനെ റൂട്ടിലോട്ട് അബ്സോർബ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ വാട്ടർ അബ്സോർപ്ഷന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓർഗൻ പ്ലാന്റ്സിൽ ഉണ്ടോ വാട്ടർ അബ്സോർപ്ഷന് വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പറയും റൂട്ടാണ് പ്ലാന്റ്സിൽ വാട്ടർ അബ്സോർപ്ഷന് സഹായിക്കുന്ന ഓർഗൻസ്. ശരിയാണ്, റൂട്ട് തന്നെയാണ്. കുറച്ചുകൂടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂട്ടുകളിൽ ധാരാളം ചെറിയ ട്യൂബുലാർ ടൈനി ഡെലിക്കേറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അവരുടെ പേരാണ് റൂട്ട് ഹെയർസ്. ഈ റൂട്ട് ഹെയർസ് ആണ്, കൃത്യമായി പറഞ്ഞാൽ ഈ റൂട്ട് ഹെയർസ് ആണ് പ്ലാന്റ്സിൽ വാട്ടർ അബ്സോർപ്ഷന് വേണ്ടിയുള്ള ഓർഗൻസ് എന്ന് റിഗാർഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ റൂട്ട് ഹെയർസിനെ ഒന്ന് പരിചയപ്പെടാം. ഞാനൊരു പ്ലാന്റ് റൂട്ട് ഇവിടെ വരയ്ക്കുകയാണ്. ദിസ് ഈസ് എ പ്ലാന്റ് റൂട്ട്. പ്ലാന്റ് റൂട്ടിൽ തന്നെ എപ്പിക്കൽ റീജിയൻ എന്ന് പറയുന്നത് മെരിസ്റ്റമാറ്റിക് ആയിരിക്കും. അതായത് ഇപ്പോഴും അവിടെ ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ് ആയിരിക്കും ഉണ്ടാവുക. ആ സെല്ലുകൾ മെച്ചുവേർഡ് ആയിട്ടില്ല, ഡിഫറൻഷിയേറ്റഡ് അല്ല, അവരിപ്പോഴും കണ്ടിന്യൂസ്ലി ഡിവൈഡിങ് ആയിട്ടുള്ള സെല്ലുകളാണ്. അങ്ങനെയുള്ള റൂട്ട് ടിപ്പിനെ കവർ ചെയ്യുന്നുണ്ട് പ്രൊട്ടക്ഷന് വേണ്ടി ഒരു സ്ട്രക്ചർ ഉണ്ട്. സ്ട്രക്ചർ ഈസ് കോൾഡ് റൂട്ട് ക്യാപ്പ്. റൂട്ട് ക്യാപ്പ് ഉണ്ട്. അതിന്റെ മുകളിലായിട്ടുള്ള റീജിയൻ ആണ് മെരിസ്റ്റമാറ്റിക് സോൺ. മെരിസ്റ്റമാറ്റിക് സോൺ. അതിന്റെ മുകളിൽ സോൺ ഓഫ് ഇലോങ്ങേഷൻ ഉണ്ട്. അതിന്റെ മുകളിലാണ് ഈ പറയുന്ന റൂട്ട് ഹെയർസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദേ ആർ ടൈനി ട്യൂബുലാർ ഡെലിക്കേറ്റ് സ്ട്രക്ചേഴ്സ് സ്പെഷ്യലി മെയ്ഡ് ഫോർ വാട്ടർ അബ്സോർപ്ഷൻ. ഇതാണ് റൂട്ട് ഹെയർസ്. These are the root hairs. ഇതാണ് റൂട്ടിന്റെ സ്ട്രക്ചർ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റൂട്ടിന്റെ ആ വേർജിൽ നിന്നും എറൈസ് ചെയ്യുന്ന
ചെറിയ ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് ആണ് ഈ റൂട്ട് ഹെയർസ് എന്ന് പറയുന്നത്. ഞാൻ വരച്ചപ്പോൾ ഭയങ്കര വലിപ്പം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ റൂട്ട് ഹെയർസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പൊ ഈ റൂട്ട് ഹെയർസിനെ നമുക്കൊന്ന് ക്ലാസ്ലി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റൂട്ട് ഹെയർസ്, പിന്നെ ഈ പിക്ചറിൽ നിന്ന് കാണാം ആ റൂട്ടിന്റെ ആ സർഫസിൽ നിന്നാണ് ഈ റൂട്ട് ഹെയർസ് എറൈസ് ചെയ്യുന്നത്. അപ്പൊ റൂട്ട് എപ്പിഡെർമിസിൽ നിന്നാണ് ഇത് എറൈസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ റൂട്ട് എപ്പിഡെർമിസിലെ സെല്ലുകൾ ഞാൻ വരയ്ക്കാം. ഈ ലെയർ ഓഫ് സെൽസിൽ നിന്നാണ് റൂട്ട് ഹെയർസ് അറൈസ് ചെയ്യുന്നത്. ആൻഡ് ദീസ് പെർട്ടിക്കുലർ ലെയർ ഓഫ് സെൽസ് ആർ കോൾഡ് പിലിഫറസ് ലെയർ ഓഫ് എപ്പിപ്ലമ. ഇവരാണ് റൂട്ട് എപ്പിഡെർമിസ്. അതില് ചില സെല്ലുകൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് റൂട്ട് ഹെയറുകളായിട്ട് മാറുന്നു. ദിസ് ഈസ് എ റൂട്ട് ഹെയർ. അപ്പൊ ഇതൊരു സിംഗിൾ സെൽ സ്ട്രക്ചർ ആണ്. അത് ഒരു സെല്ലിൽ നിന്നും ഒരു എക്സ്റ്റൻഷൻ പോലെ അല്ലെങ്കിൽ ഒരു മോഡിഫിക്കേഷൻ പോലെ ഫോം ചെയ്യുന്ന സ്ട്രക്ചറുകളാണ് ഈ റൂട്ട് ഹെയർസ്. ഈ റൂട്ട് ഹെയർസിനെ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് യു ക്യാൻ സീ എ ലാർജ് വാക്യൂൾ ഇൻസൈഡ്. ഒരു ലാർജ് വാക്യൂൾ ഉണ്ട്. ആൻഡ് ദിസ് വാക്യൂൾ ഈസ് ഫിൽഡ് വിത്ത് സെൽ സാപ്പ്. അതിനകത്ത് സെൽ സാപ്പ് ഉണ്ട്. അതിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരു കോർണറിൽ ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് നമുക്ക് ഇരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ ഇതിന്റെ സൈറ്റോപ്ലാസം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. വാക്യൂൾ ഇത്ര വലിയ സ്ട്രക്ചർ ആയതുകൊണ്ട് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് വളരെ തിൻ സ്ട്രക്ചറുകളായിട്ട് റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ദിസ് തിൻ ലെയർ ഓഫ് സൈറ്റോപ്ലാസം ടുഗദർ വിത്ത് ദ സെൽ വാൾ ഫെസിലിറ്റേറ്റ്സ് ദ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി സെൽ. അപ്പം ഇതാണ് നമ്മുടെ റൂട്ട് ഹെയറിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇവരെ നമ്മൾ ക്ലാസ്ലി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും these are the structures which are specially made for water absorption. അതുകൊണ്ട് hence these root hairs are regarded as the organ of water absorption in plants. അപ്പം റൂട്ട് ഹെയർസ് ആണ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി എങ്ങനെയാണ് റൂട്ട് ഹെയർസ് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ടോപ്പിക്കിലോട്ട് പോവാം. അപ്പൊ ഞാനിവിടെ വേറൊരു ഡയഗ്രം വരയ്ക്കുന്നുണ്ട്. റൂട്ട് ഹെയർ ഒക്കെ അടങ്ങുന്ന മറ്റൊരു ഡയഗ്രം വരയ്ക്കുന്നുണ്ട്. ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റൂട്ട് എപ്പിഡെർമിസ്, അതില് ചില സെല്ലുകൾ റൂട്ട് ഹെയർസ് ആയിട്ട് വരുന്നു. ഞാൻ രണ്ട് റൂട്ട് ഹെയറിനെ വരയ്ക്കുന്നുണ്ട്. കാരണം നമ്മൾ വാട്ടറിന്റെ അബ്സോർപ്ഷന്റെ ശേഷം മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് തരമുണ്ട്. അപ്പൊ രണ്ട് റൂട്ട് ഹെയറിൽ കാണിക്കും. അപ്പോ റൂട്ട് എപ്പിഡെർമിസ്, ദീസ് ആർ ദ റൂട്ട് ഹെയർസ്. ഇതാണ് റൂട്ട് എപ്പിഡെർമിസ്, റൂട്ട് ഹെയർസ്. അതിന്റെ അകത്ത് എപ്പിഡെർമിസ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് റൂട്ട് കോർട്ടെക്സ് ആണ്. റൂട്ട് കോർട്ടെക്സ് made up of loosely arranged parenchymatous cells. Root cortex made up of loosely arranged parenchymatous cells. ഇതാണ് നമ്മുടെ റൂട്ട് കോർട്ടെക്സ്. അതിനുശേഷം നമുക്ക് മറ്റൊരു ലെയർ ഓഫ് സെൽസിനെ കാണാൻ സാധിക്കും. ആ ലെയറിന്റെ പേരാണ് എൻഡോഡെർമിസ്. ദിസ് ലെയർ ഓഫ് സെൽസ് ആർ കോൾഡ് എൻഡോഡെർമിസ്. എൻഡോഡെർമിസിലെ ഒരു പ്രത്യേകതയുണ്ട്. ഈ സെല്ലുകളിൽ ചില റീജിയൻസ് മറ്റു റീജിയൻസിലേക്കാട്ടിലും തിക്കർ ആയിരിക്കും ഡ്യൂ ടു ദി ഡെപ്പോസിഷൻ ഓഫ് എ സബ്സ്റ്റൻസ് കോൾഡ് സുബറിൻ. സുബറിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസിന്റെ ഡെപ്പോസിഷൻ ഉള്ളത് കൊണ്ട് ചില റീജിയൻസ് മറ്റു റീജിയനുകളെക്കാൾ തിക്കർ ആയിരിക്കും. ആ റീജിയൻസിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഒരു സ്ട്രൈപ്പ് പോലെ ഫോം ചെയ്യും. ആൻഡ് ദോസ് സ്ട്രൈപ്സ് ആർ കോൾഡ് കാസ്പേരിയൻ സ്ട്രൈപ്സ്.
and these Casparian stripes are made up of suberin. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ this suberin is impermeable to water. അപ്പോൾ those cells which have Casparian stripes are impermeable to water. അപ്പം Casparian stripe ഉള്ള സെല്ലുകൾ ഒരിക്കലും വാട്ടറിനെ കടത്തിവിടത്തില്ല because of the deposition of suberin. Suberin is a substance which is impermeable to water. അപ്പോൾ ഇവിടെ ഒരു സെല്ല് Casparian stripe ഇല്ലാതെ ഞാൻ വരച്ചിട്ടുണ്ട്. അങ്ങനെ ചില സെല്ലുകളിൽ Casparian stripe കാണത്തില്ല. അങ്ങനെയുള്ള സെല്ലുകളെ വിളിക്കുന്ന പേരാണ് പാസേജ് സെൽസ്. പാസേജ് സെൽസ്. ഈ സെല്ലുകൾ വാട്ടറിനെ കടത്തിവിടും. ഈ സെല്ലുകൾ മാത്രമേ വാട്ടറിനെ കടത്തിവിടത്തുള്ളൂ. എവിടെ? എൻഡോഡെർമിസിൽ. ബാക്കി സെല്ലുകളിലെല്ലാം Casparian സ്ട്രൈപ്സ് ഉള്ളതുകൊണ്ട് വാട്ടറിനെ ഇംപെർമിയബിൾ ആയിട്ട് ആക്ട് ചെയ്യും. After endodermis, again we can see a compact layer of cells. Casparian stripes endodermis കഴിഞ്ഞാൽ വീണ്ടും ഒരു compact layer of cells ഉണ്ട്. And this layer is called pericycle. Pericycle എന്ന് പറയുന്ന മറ്റൊരു ലെയർ ഉണ്ട്. കോമ്പാക്ട്ലി അറേഞ്ച്ഡ് സെൽസ് ഉണ്ട്. അതിനുശേഷം അതിന്റെ അകത്തായിട്ട് we can see the phloem cells. Phloem cells accompanied with parenchymatous tissues. Phloem cellsന്റെ കൂടെ parenchymatous tissuesഉം parenchymatous സെല്ലുകളും ഉണ്ട്. Phloem cells along with the parenchymatous cells. Phloem cellsനെ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ ഇവിടെ സീൽ ട്യൂബ്സിനെയാണ് വരയ്ക്കുന്നത്. They have seal tubes. Phloem. ഇനി ഇതൊരു ഡൈക്കോട്ട് പ്ലാന്റിന്റെ റൂട്ട് ആണെങ്കിൽ തീർച്ചയായും ഈ ഫ്ലോയത്തിന്റെയും സൈലത്തിന്റെയും, സൈലം ഞാൻ വരച്ചില്ല, എന്നാൽ ഫ്ലോയത്തിന്റെയും സൈലത്തിന്റെയും ഇടയ്ക്ക് കേമ്പിയൽ റിംഗ് പ്രസന്റ് ആയിരിക്കും ഫോർ ദി സെക്കൻഡറി തിക്കനിങ്. ഇവിടെ ഞാൻ കേമ്പിയം വരയ്ക്കുന്നില്ല. ഡൈക്കോട്ട് പ്ലാന്റ് ആണെങ്കിൽ കേമ്പിയം ഉണ്ടാകും എന്നുള്ള കാര്യം ഓർത്തോളുക. And the next is xylem vessels. ഈ സൈലം വെസൽസിലോട്ടാണ് അവസാനം ഈ വാട്ടർ എത്തേണ്ടത്. എന്നിട്ട് ഈ സൈലത്തിൽ നിന്നാണ് ലോങ്ങിറ്റ്യൂഡിനൽ കണ്ടക്ഷൻ നടക്കുന്നത്. These are the xylem vessels and these are the phloem. ഡൈക്കോട്ട് ആണെങ്കിൽ ഇവരുടെ ഇടയിൽ കേമ്പിയൽ റിംഗും കാണും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ റൂട്ടിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. റൂട്ട് ഹെയർസ്, root cortex, then endodermis, pericycle, phloem cells with parenchymatous cells and then xylem. അപ്പോൾ റൂട്ട് ഹെയറിൽ നിന്ന് വാട്ടർ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെയറുകളൊക്കെ ക്രോസ് ചെയ്ത് വേണം വാട്ടർ സൈലം വെസൽസിലോട്ട് എത്താനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് റൂട്ട് ഹെയർസിലോട്ട് വാട്ടർ അബ്സോർബ് ചെയ്യുന്നത്, അബ്സോർബ്ഡ് വാട്ടർ എങ്ങനെ ഈ സൈലത്തിലോട്ട് എത്തും എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ മൂവ്മെന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണുള്ളത്. ആഫ്റ്റർ ദി അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം സോയിൽ സൊല്യൂഷൻ രണ്ട് തരം മൂവ്മെന്റ് ആണുള്ളത്. അപ്പോപ്ലാസ്റ്റ് മൂവ്മെന്റ് ആൻഡ് സിംപ്ലാസ്റ്റ് മൂവ്മെന്റ്. അപ്പോപ്ലാസ്റ്റ് മൂവ്മെന്റ്, സിംപ്ലാസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് രണ്ട് തരം മൂവ്മെന്റിലൂടെയാണ് വാട്ടർ മൂവ് ചെയ്ത് സൈലം വെസൽസിലോട്ട് എത്തുന്നത്. അപ്പൊ ഈ രണ്ട് തരം മൂവ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തേതാണ് അപ്പോപ്ലാസ്റ്റ് മൂവ്മെന്റ്. അപ്പോപ്ലാസ്റ്റ് മൂവ്മെന്റ്. അപ്പോപ്ലാസ്റ്റ് മൂവ്മെന്റ് എന്താണെന്ന് വെച്ചാൽ വാട്ടർ ആദ്യം റൂട്ട് ഹെയറിലോട്ട് അബ്സോർബ് ചെയ്യും ത്രൂ എ പ്രോസസ് കോൾഡ് ഓസ്മോസിസ്. ഓസ്മോസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ് വഴി വാട്ടർ റൂട്ട് ഹെയറിന്റെ അകത്ത് പ്രവേശിക്കുന്നു. അതിനുശേഷം അത് കോർട്ടക്സിലെ സെല്ലുകളിലേക്ക് എത്തുന്നു. ഇവിടെയാണ് അപ്പോപ്ലാസ്റ്റ് മൂവ്മെന്റിന്റെ സിഗ്നിഫിക്കൻസ്. അപ്പോപ്ലാസ്റ്റ് മൂവ്മെന്റിൽ ഒരിക്കലും വാട്ടർ സെല്ലിന്റെ മെമ്പറൈൻ ക്രോസ് ചെയ്ത് അകത്ത് പ്രവേശിക്കില്ല. അപ്പോപ്ലാസ്റ്റ് മൂവ്മെന്റിൽ വാട്ടർ സെൽ വാളിന്റെയും ഇന്റർസെല്ലുലാർ സ്പേസിലൂടെയും മാത്രമേ ട്രാൻസ്പോർട്ട് ചെയ്യത്തുള്ളൂ. അത് ഒരിക്കലും സെൽ മെമ്പറൈൻ ക്രോസ് ചെയ്ത് സെല്ലിനകത്ത് പ്രവേശിക്കുകയോ സെൽ സാപ്പുമായിട്ട് മിക്സ് ചെയ്യുകയോ ചെയ്യത്തില്ല. സോ ഇറ്റ് ഈസ് എ മൂവ്മെന്റ് ത്രൂ ദി സെൽ വാൾ ആൻഡ് ഇന്റർസെല്ലുലാർ
സ്പേസസ്. അപ്പം വാട്ടർ ഇങ്ങനെ സെൽ വാൾ, ഇന്റർസെല്ലുലാർ സ്പേസ്, സെൽ വാൾ, ഇന്റർസെല്ലുലാർ സ്പേസ്, സെൽ വാൾ, ഇന്റർസെല്ലുലാർ സ്പേസ്, then it comes to the passage cell. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വാട്ടർ ഈ സെല്ലിലാണ് വരുന്നതെങ്കിൽ അത് അതിനെ വാട്ടറിനെ കടത്തി വിടുവോ? ഒരിക്കലും ഇല്ല, ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ദി കാസ്പേരിയൻ സ്ട്രൈപ്സ്. ഓക്കെ, കാസ്പേരിയൻ സ്ട്രൈപ്പ് ഉള്ള സെല്ലുകൾ ഇംപെർമിയബിൾ ടു വാട്ടർ ആണ്. അപ്പം ഇപ്പൊ ഇവിടെ പാസേജ് സെല്ലിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതാണ് അപ്പോപ്ലാസ്റ്റ് മൂവ്മെന്റ്. മൂവ്മെന്റ് ത്രൂ സെൽ വാൾ and intercellular spaces, apoplast movement. അടുത്തത് സിംപ്ലാസ്റ്റ് മൂവ്മെന്റ് ആണ്. സിംപ്ലാസ്റ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ സെയിം ഇതുപോലെ തന്നെ വാട്ടറിനെ ആദ്യം ഓസ്മോസിസ് വഴി അബ്സോർബ് ചെയ്യുന്നു. അതിനുശേഷം അബ്സോർബ്ഡ് വാട്ടർ കോർട്ടെക്സിലെ സെല്ലുകളിൽ എത്തുന്നു. ഇവിടെ സിംപ്ലാസ്റ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ദാറ്റ് ഓഫ് അപ്പോപ്ലാസ്റ്റ് മൂവ്മെന്റ്. ഇവിടെ വാട്ടർ സെൽ മെംബ്രെയിൻ ക്രോസ് ചെയ്ത് സെല്ലിനുള്ളിൽ പ്രവേശിക്കുന്നു, എന്നിട്ട് സെല്ലുകളുടെ അകത്തുകൂടിയാണ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെ സെല്ലിനകത്തുകൂടി പ്രവേശിച്ച് അവസാനം അത് പാസേജ് സെല്ലിൽ എത്തും. അപ്പോപ്ലാസ്റ്റ് ആണെങ്കിൽ സെൽ വാളിന്റെയും ഇന്റർസെല്ലുലാർ സ്പേസിലൂടെയുമാണ് മൂവ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സിംപ്ലാസ്റ്റ് മൂവ്മെന്റ് വാട്ടർ വിൽ ക്രോസസ് ദി സെൽ മെംബ്രെയിൻ. അങ്ങനെയാണ് അത് മൂവ് ചെയ്ത് പാസേജ് സെല്ലിലോട്ട് എത്തുന്നത്. അതിനുശേഷം അത് സിംപ്ലാസ്റ്റ് വഴിയോ അപ്പോപ്ലാസ്റ്റ് വഴിയോ എവിടെ എത്തും? സൈലം വെസൽസിൽ എത്തും വാട്ടർ. ഒരു കാര്യം കൂടി, ഇവിടെ പാസേജ് സെല്ലിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോപ്ലാസ്റ്റ് വഴിയാണെങ്കിലും സിംപ്ലാസ്റ്റ് വഴിയാണെങ്കിലും അബ്സോർബ് ചെയ്ത വാട്ടർ പാസേജ് സെല്ലിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ സിംപ്ലാസ്റ്റ് മൂവ്മെന്റ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. കാരണം വാട്ടർ നിർബന്ധമായിട്ടും ഈ പാസേജ് സെല്ലിന്റെ അകത്തുകൂടെ തന്നെ കടന്നു പോകണം. സോ ഇവിടെ വാട്ടർ സിംപ്ലാസ്റ്റ് മൂവ്മെന്റ് മാത്രമേ കാണിക്കത്തുള്ളൂ. സോ സിംപ്ലാസ്റ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് വാട്ടർ ക്രോസിംഗ് ദ സെൽ മെംബ്രെയിൻ. ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഒരു ചെറിയ ഡെഫിനേഷൻ കൊടുത്തതേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെഫിനേഷൻസ് ഉണ്ട്. സോ അപ്പോപ്ലാസ്റ്റ് മൂവ്മെന്റ് ആൻഡ് സിംപ്ലാസ്റ്റ് മൂവ്മെന്റ്. അപ്പം വാട്ടർ അബ്സോർപ്ഷൻ ഓസ്മോസിസ് വഴിയാണ് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്. ഇപ്പോൾ അപ്പോപ്ലാസ്റ്റ് മൂവ്മെന്റ് സിംപ്ലാസ്റ്റ് മൂവ്മെന്റ് വഴി വാട്ടർ മൂവ് ചെയ്ത് സൈലം വെസൽസിൽ എത്തിയിരിക്കുകയാണ്. ഇനി അടുത്തത് അസെന്റ് ഓഫ് സാപ്പ് ആണ്. അപ്പൊ അത് നമ്മൾ അടുത്ത ടോപ്പിക്കാണ്. ഇനി ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്, വാട്ടർ അബ്സോർപ്ഷൻ ഇൻടു ദി റൂട്ട് ഹെയർസ് എന്ന് പറയുന്നത് ഒരു പ്രോസസ് വഴിയാണ് ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ് ആണ്. ഓസ്മോസിസ് എന്താണെന്ന് നമുക്കറിയാം. ഹൈപ്പർടോണിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ നിന്നും വാട്ടർ പ്രവേശിക്കുന്ന ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ, അതിനാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. ടോണിസിറ്റി എന്താണെന്നുള്ള കാര്യവും അതുപോലെ വാട്ടർ പൊട്ടാൻഷ്യൽ, ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ് മുതലായ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ തൊട്ടടുത്തൊരു വീഡിയോ ചെയ്യും. എന്നാലും ടോണിസിറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റീവ് ലെവൽ ഓഫ് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ. അവിടെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടിയ സൊല്യൂഷൻ ആണെങ്കിൽ ഒരു സിസ്റ്റം എടുത്താൽ, രണ്ട് സൊല്യൂഷൻ അടങ്ങുന്ന ഒരു സിസ്റ്റം എടുത്താൽ അതിൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടിയ സൊല്യൂഷനെ നമ്മൾ ഹൈപ്പർടോണിക് എന്നും സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറഞ്ഞ ആൾക്കാരെ ഹൈപ്പോട്ടോണിക് എന്നും വിളിക്കും. രണ്ടിന്റെയും സെയിം ആണെങ്കിൽ ഇറ്റ് ഈസ് ഐസോട്ടോണിക് സൊല്യൂഷൻ. ഇപ്പൊ ഞാനൊരു സിസ്റ്റം ഇവിടെ കാണിച്ചു തരും. This is a system with two kinds of solutions, solution A and solution B. Solution A is hypotonic, solution B is hypertonic. എന്താ ഇങ്ങനെ വരാൻ കാര്യം? ബിക്കോസ് സൊല്യൂഷൻ എയിലെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ വളരെ കുറവാണ് ദാൻ ബി. അപ്പൊ ബി എന്ന് പറയുന്നത് ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ്, സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലാണ്, ഹെൻസ് ഹൈപ്പർടോണിക്. അപ്പം വാട്ടറിന്റെ മൂവ്മെന്റ് എപ്പോഴും ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ നിന്നും ഹൈപ്പർടോണിക് സൊല്യൂഷനിലേക്കായിരിക്കും വാട്ടർ എപ്പോഴും മൂവ് ചെയ്യുന്നത്. അതിന് വേറിട്ട് ഇപ്പൊ ഇതൊരു കണ്ടീഷൻ ആണ്, ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ നിന്നും ഹൈപ്പർടോണിക് സൊല്യൂഷനിലേക്ക് വാട്ടർ മൂവ് ചെയ്യത്തുള്ളൂ. മറ്റൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ടേം ആണ് വാട്ടർ പൊട്ടൻഷ്യൽ. വാട്ടർ പൊട്ടൻഷ്യൽ
ഇപ്പൊ ഇവിടെ ഓസ്മോസിന്റെ കാര്യം പറയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറയാം. പക്ഷെ ഡീറ്റെയിൽ ആയിട്ടുള്ള വാട്ടർ പൊട്ടൻഷ്യൽ എന്താണ്, ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത വീഡിയോയിൽ പറയും. വാട്ടർ പൊട്ടൻഷ്യലിന്റെ ടേമിൽ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇവിടെ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ആണ്, സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്, അല്ലെങ്കിൽ ഇതൊരു പ്യുവർ സോൾവെന്റ് ആണെന്നിരിക്കട്ടെ, പ്യുവർ വാട്ടർ ആണെന്നിരിക്കട്ടെ. അപ്പൊ അവിടെ വാട്ടർ മോളിക്യൂൾസിന് ഒരു ഫ്രീ മൂവ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾസിന്റെ ഫ്രീ എനർജി സ്റ്റാറ്റസ് ഈ ഹൈപ്പർടോണിക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും. അതാണ് വാട്ടർ പൊട്ടൻഷ്യൽ, സിംപ്ലി ദ പൊട്ടൻഷ്യൽ എനർജി പൊസസ്ഡ് ബൈ ദി വാട്ടർ മോളിക്യൂൾസ്. അപ്പോൾ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ആണെങ്കിൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറവായിരിക്കും, വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. സിംപ്ലി solute concentration is inversely proportional to water potential. അപ്പോൾ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറവുള്ള സ്ഥലത്തായിരിക്കും വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും, ഹൈപ്പർടോണിക്കിൽ കുറവായിരിക്കും. അപ്പോൾ വാട്ടറിന്റെ മൂവ്മെന്റ് എങ്ങനെയാ, നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈപ്പോട്ടോണിക് ടു ഹൈപ്പർടോണിക് എന്ന്. അപ്പോൾ വാട്ടർ പൊട്ടൻഷ്യലിന്റെ കേസിൽ നമുക്ക് എങ്ങനെ പറയാം, റീജിയൻ ഓഫ് ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ ടു റീജിയൻ ഓഫ് ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ. മനസ്സിലായി? അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്യുവർ സോൾവെന്റിന്റെ വാട്ടർ പൊട്ടൻഷ്യൽ, പ്യുവർ സോൾവെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ വാട്ടറിന്റെ വാട്ടർ പൊട്ടൻഷ്യൽ വിത്തൗട്ട് എനി സൊല്യൂട്ട്സ്, ഒരു സൊല്യൂട്ടും ഇല്ലാത്ത പ്യുവർ വാട്ടറിന്റെ വാട്ടർ പൊട്ടൻഷ്യൽ എപ്പോഴും 0 ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വാട്ടർ പൊട്ടൻഷ്യൽ മാക്സിമം, അല്ലെങ്കിൽ വാട്ടറിന് എപ്പോഴും വാട്ടർ മോളിക്യൂൾസിന്റെ ഫ്രീ മൂവ്മെന്റ് മാക്സിമം എപ്പോഴും സോൾവെന്റ് പ്യുവർ സോൾവെന്റിലായിരിക്കും, അല്ലെങ്കിൽ പ്യുവർ വാട്ടറിലായിരിക്കും. അപ്പൊ വാട്ടർ പൊട്ടൻഷ്യൽ മാക്സിമം പ്യുവർ വാട്ടറിലായിരിക്കും, ആ മാക്സിമം വാല്യൂ ആണ് 0. അപ്പൊ സൊല്യൂഷൻസ് എപ്പോഴും 0യിൽ താഴെ ആയിരിക്കും വാട്ടർ പൊട്ടൻഷ്യൽ. ദാറ്റ് മീൻസ് -1, -2 എക്സെട്ര നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും എപ്പോഴും സൊല്യൂഷൻസിൽ വരുന്നത്. അപ്പൊ ഇവിടെ ഇൻ ദിസ് കേസ് വാട്ടർ ഓസ്മോസിസ് വഴി എങ്ങനെ റൂട്ട് ഹെയർസിന്റെ അകത്ത് പ്രവേശിക്കുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇവിടെ വാട്ടർ സോയിൽ സൊല്യൂഷനിൽ നിന്നാണ് അബ്സോർബ് ചെയ്യുന്നത്. പേരിൽ തന്നെ അറിയാം സോയിൽ സൊല്യൂഷൻ, ഒരിക്കലും അതൊരു പ്യുവർ സോൾവെന്റ് അല്ല. അപ്പൊ അതൊരു സൊല്യൂഷൻ ആണ്, കാരണം അതിനകത്ത് ഡിസോൾഡ് സോൾട്സ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇവിടെ ഇതിന്റെ സോയിൽ സൊല്യൂഷന്റെ വാട്ടർ പൊട്ടൻഷ്യൽ ഞാനിപ്പോ ജസ്റ്റ് ഒരു -1 ഒക്കെ കൊടുക്കുകയാണ്. ഇവിടെ രണ്ട് സ്ഥലത്ത് ഒരു -1 ഒക്കെ കൊടുക്കുകയാണ്. അപ്പോ എന്തായാലും അതിനേക്കാൾ കുറവ് വാട്ടർ പൊട്ടൻഷ്യൽ ആയിരിക്കണം റൂട്ട് ഹെയറിന്റെ അകത്ത്. ഞാൻ പറഞ്ഞു വാട്ടർ പൊട്ടൻഷ്യൽ കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തേക്ക് മൂവ് ചെയ്യത്തുള്ളൂ. അതർവൈസ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് കുറഞ്ഞ സ്ഥലത്ത് നിന്നും കൂടിയ സ്ഥലത്തേക്ക്. അപ്പം വാട്ടർ പൊട്ടൻഷ്യൽ എവിടെ കുറവായിരിക്കണം, റൂട്ട് ഹെയർസിൽ കുറവായിരിക്കണം, എങ്കിലേ ഈ കൂടിയ വാട്ടർ പൊട്ടൻഷ്യലിൽ നിന്നും വാട്ടർ മോളിക്യൂൾസ് ഈ റൂട്ട് ഹെയറിന്റെ അകത്തോട്ട് പ്രവേശിക്കുന്നു. അപ്പൊ വാട്ടർ പൊട്ടൻഷ്യൽ റൂട്ട് ഹെയറിൽ കുറവായിരിക്കണമെങ്കിൽ സോയിൽ സൊല്യൂഷനേക്കാൾ കൂടിയ കോൺസെൻട്രേഷൻ ആയിരിക്കണം റൂട്ട് ഹെയറിന്റെ അകത്ത്. അങ്ങനെയാണ് എപ്പോഴും ഉണ്ടാവുക. റൂട്ട് ഹെയറിന്റെ അകത്ത് എപ്പോഴും സോയിൽ സൊല്യൂഷനേക്കാൾ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും, സൊല്യൂട്ട് കോൺസെൻട്രേഷൻ. അപ്പോഴത്തേക്ക് ഇവിടുത്തെ വാട്ടർ പൊട്ടൻഷ്യൽ മേ ബി ഒരു -2 ഒക്കെ വരാം. -2 എന്ന് പറഞ്ഞാൽ ഞാനൊരു അതിനേക്കാൾ കുറഞ്ഞൊരു വാല്യൂ കൊടുത്തേ ഉള്ളൂ. അപ്പോൾ -2 ഒക്കെ വരാം. ഈ സാഹചര്യം ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും വാട്ടർ ഇങ്ങനെ അകത്തോട്ട് പ്രവേശിക്കും. വാട്ടർ വിൽ മൂവ് ഫ്രം ദ സോയിൽ സൊല്യൂഷൻ ടു ദി റൂട്ട് ഹെയർസ്. ഇത് രണ്ട് സ്ഥലത്ത് നടക്കുന്ന പ്രോസസ്സാണ്. ഇനി ഇൻ സിംപ്ലാസ്റ്റ് ഇതേ സാഹചര്യം ഇവിടെ നേരിടേണ്ടി വരും. ഇവിടെ കോർട്ടക്സിലെ സെല്ലിലേക്ക് വാട്ടർ പ്രവേശിക്കണം ഫ്രം ദി റൂട്ട് ഹെയർസ്. റൂട്ട് ഹെയറിൽ നിന്നും കോർട്ടക്സിലെ ഈ സെല്ലിലേക്ക് പ്രവേശിക്കുമ്പോൾ എഗെയിൻ വാട്ടർ പൊട്ടൻഷ്യലിന്റെ ആ നിയമങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കണം. അതായത് വാട്ടർ പൊട്ടൻഷ്യൽ, ഈ സെല്ലിലെ വാട്ടർ പൊട്ടൻഷ്യൽ റൂട്ട് ഹെയറിനെക്കാട്ടിലും കുറവാണെങ്കിൽ മാത്രമേ വാട്ടർ പൊട്ടൻഷ്യൽ കൂടിയ സ്ഥലത്ത് നിന്ന് വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞ സ്ഥലത്തേക്ക് വാട്ടർ മൂവ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ സെല്ലിലെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഈ സെല്ലിനേക്കാൾ കൂടുതലാകണം, എങ്കിലേ വാട്ടർ പൊട്ടൻഷ്യൽ കുറയത്തുള്ളൂ. സോ ഈ സെല്ല് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂട്ടി വാട്ടർ പൊട്ടൻഷ്യൽ കുറയ്ക്കാൻ വേണ്ടി സറൗണ്ടിങ് സെൽസിൽ നിന്നൊക്കെ അയോണുകളെ സ്വീകരിക്കും. എന്നിട്ട് ഇതിന്റെ വാട്ടർ പൊട്ടൻഷ്യൽ ഈ സെല്ലിനേക്കാൾ റൂട്ട് ഹെയറിനെക്കാട്ടിലും കുറയ്ക്കും. അപ്പൊ വാട്ടർ എന്ത് ചെയ്യും, നേരെ ഇങ്ങോട്ട് മൂവ് ചെയ്യും. അങ്ങനെ എല്ലാ സെല്ലുകളും ഇങ്ങനെ വാട്ടർ പൊട്ടൻഷ്യൽ കുറയ്ക്കാൻ വേണ്ടി സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂട്ടി വാട്ടറിനെ മൂവ് ചെയ്യിച്ച് നേരെ സൈലം വെസൽസിലോട്ട് എത്തിക്കും. ഇങ്ങനെയാണ് വാട്ടറിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. വാട്ടർ അബ്സോർപ്ഷൻ എങ്ങനെ നടക്കുന്നു, അതെങ്ങനെ
റൂട്ട് ഹെയർസിൽ നിന്നും അബ്സോർബ്ഡ് വാട്ടർ എങ്ങനെ സൈലത്തിൽ എത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസോ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. എല്ലാ കമന്റ്സിലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ തൊട്ടടുത്ത വീഡിയോയിൽ വാട്ടർ പൊട്ടൻഷ്യൽ, അതുപോലെ ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ്, ടോണിസിറ്റി മുതലായ കുറേ ടേമുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ മെക്കാനിസം ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ ഉണ്ട്. അത് ആക്റ്റീവ് ആൻഡ് പാസീവ് അബ്സോർപ്ഷൻ ആണ് മെക്കാനിസം എന്ന് പറയുന്നത്. അതിന് മുമ്പായിട്ട് ഈ ടേമുകൾ പരിചയപ്പെട്ടിരിക്കണം, കാരണം തുടർന്ന് നമുക്ക് ഈ ടേംസ് യൂസ് ചെയ്യാനുണ്ട്. സോ അടുത്ത തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്താലേ ഈ ചാപ്റ്ററിന്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടും, എങ്കിലേ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാകത്തുള്ളൂ. സോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഈ വീഡിയോസ് എത്തണമെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. സോ സീ ലേറ്റർ.